പറയാൻ പോകുന്നത് എന്താണ് വേർഡ്പ്രസ് സ്പാം, അത് സ്പാം ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിന്റെ ബാക്കപ്പ് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ ബാക്കപ്പ് എന്ന് അല്ലെങ്കിൽ എന്താണ് ഈ സ്പാം എന്ന് പറഞ്ഞാല്, ഓക്കെ നമുക്ക് നോക്കാം. എന്താണ് ഈ സ്പാം? സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺസോളിസിറ്റഡ് ആയിട്ടുള്ള ഹാംഫുൾ കണ്ടന്റിനെയാണ് നമ്മൾ സ്പാം എന്ന് പറയാം. അത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻട്രി ചെയ്യുന്നു. ആ ഒരു എൻട്രി ചെയ്യുന്നത് വഴിയാണ് അത് സ്പാം എന്ന് പറയാം. അതായത് ഇങ്ങനെ അൺസോളിസിറ്റഡ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹാംഫുൾ കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്പിയർ ചെയ്യുകയാണ് നമ്മളെ പെർമിഷൻ ഇല്ലാതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പാം എന്ന് വിളിക്കാം. ഇതുവഴി നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? നമ്മളെ വെബ്സൈറ്റിന് മൊത്തത്തിലുള്ള ഒരു ഡാമേജിന് തന്നെ നമുക്കത് ഈ ഒരു സ്പാം വഴി നമുക്ക് വെബ്സൈറ്റ് മൊത്തത്തിൽ എന്ത് ചെയ്യും? നഷ്ടപ്പെടാനായിട്ട് ഈ ഒരു സ്പാം ചാൻസ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീസെന്റ് എല്ലാവർക്കും എഫക്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്പാമിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ ഫുൾ കാണില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ സൈറ്റുകൾക്കൊക്കെ റീഡയറക്റ്റ് ആയിട്ട് പോകാം. നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സൈറ്റുകൾക്കൊക്കെ റീഡയറക്റ്റ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ 403 അങ്ങനെ കുറെ ഇഷ്യൂസ് നമുക്ക് റീസെന്റ് ആയിട്ട് കുറേ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റിയൽ വേൾഡ് സിനാരിയോ എടുത്തു കഴിഞ്ഞാലും നമ്മളെ സ്മോൾ ബിസിനസ് 200+ ഫേക്ക് കമന്റോട് ഡെയിലി ഈ ഒരു ലിങ്കുകളോട് നിറയാണ്. ഇതൊക്കെ അൺസേഫ് ആയിട്ടുള്ളതാണ്. ഇതുവഴി നമ്മളെ വെബ്സൈറ്റിലൊക്കെ സ്പാം കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് റിയൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് നമ്മളെ സ്പാം നമ്മളെ വെബ്സൈറ്റിലേക്ക് എഫക്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് നമുക്ക് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, സ്ലോ ഡൗൺ യുവർ വെബ്സൈറ്റ് സ്പീഡ്. നമ്മളെ വെബ്സൈറ്റിന്റെ സ്പീഡുകളിന് അത് ബാധിക്കും. നെക്സ്റ്റ് വൺ, ഡാമേജ് യുവർ ഗൂഗിൾ സെർച്ച് റാങ്കിങ്. അതായത് നമ്മളെ വെബ്സൈറ്റിന്റെ സെർച്ച് റാങ്കിങ്ങിനെ ഇത് ബാധിക്കും. നമ്മളെ വെബ്സൈറ്റിന്റെ ഇപ്പോൾ നമ്മൾ SEO ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ള വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെർച്ച് റാങ്കിങ്ങിനെ ഇത് ബാധിക്കും. നെക്സ്റ്റ് വൺ, പുട്ട് വിസിറ്റേഴ്സ് ഡാറ്റ സെക്യൂരിറ്റി അറ്റ് റിസ്ക്. അതായത് നമ്മുടെ വെബ്സൈറ്റിലെ ഡാറ്റാസും സെക്യൂരിറ്റിനൊക്കെ എന്ത് ചെയ്യും? ഇത് എഫക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, ക്യാൻ ഗെറ്റ് യുവർ വെബ്സൈറ്റ് ബാക്ക് ലിസ്റ്റഡ് ബൈ ഗൂഗിൾ. ഗൂഗിൾ എന്ത് ചെയ്യും? നമ്മളെ വെബ്സൈറ്റിനെ ബാക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഇടും. നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ഹോസ്റ്റിംഗ് സെർവർ ലോഡ് ആൻഡ് കോസ്റ്റ്. അതായത് നമ്മളെ വെബ്സൈറ്റിന്റെ ഹോസ്റ്റിംഗിന്റെ ലോഡിംഗ് സ്പീഡ് എന്ത് ചെയ്യും? കൂടും. അതുവഴി നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ആയിട്ട് വരും. നെക്സ്റ്റ് വൺ, ഡിസ്ട്രോയ് യുവർ ട്രസ്റ്റ് വിത്ത് യുവർ ഓഡിയൻസ്. നമ്മളെ വെബ്സൈറ്റിലെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, നമ്മളെ വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് ലോഡിങ് കൂടുതലാണ്, അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ബാക്ക് അടിച്ചിട്ട് പോകും. അത് ഒരുവിധം എല്ലാ ഓഡിയൻസിനും ഉള്ളതാണ്. അതൊരു നേച്ചറാണ്. ആരും ട്രസ്റ്റ് ഇല്ലാത്ത ഒരു വെബ്സൈറ്റിലേക്ക് എൻട്രി ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഓഡിയൻസിന്റെ ട്രസ്റ്റിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. മേ ഇൻജെക്ട് മാൽവെയർ ഇൻ ടു സൈറ്റ് ഫയൽസ്. ഒരു സി പാനൽ ഒരു വെബ്സൈറ്റിലാണ് എൻട്രി ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഒരു സ്പാം എൻട്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെബ്സൈറ്റുകൾക്കൊക്കെ മെല്ലെ എന്ത് ചെയ്യും? എൻട്രി ആവും. ഒരു വെബ്സൈറ്റ് മാത്രമല്ല, ബാക്കി എല്ലാ വെബ്സൈറ്റുകൾക്കും മെല്ലെ അത് എന്ത് ചെയ്യും? എഫക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതൊക്കെയാണ് കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? സ്പാം കമന്റ്സ്, മാൽവെയർ, SEO സ്പാം ലിങ്കർ. ഇതൊക്കെ എന്താണ്? ഈ ഒരു സ്പാമിന് എക്സാമ്പിൾസ് ആണ്. ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് കൂടെ നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, ഇതാണ് എന്ത്? ടൈപ്പ് ഓഫ് സ്പാം എന്ന് പറയുന്നത്. ഓക്കെ, കമന്റ് സ്പാം, ഇമെയിൽ സ്പാം, മാൽവെയർ സ്പാം, SEO സ്പാം, ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ സ്പാമുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, കമന്റ് സ്പാം. കമന്റ് സ്പാം എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോമേറ്റഡ് ബോട്ട് പോസ്റ്റ് 100 of fake comments containing promotional link, adult content or keyword. അതായത് നമ്മളെ വെബ്സൈറ്റില് കമന്റ് സെക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ SEO ഒക്കെ എഴുതുന്നവരാണ്, SEO ഒക്കെ ചെയ്യുന്നവരാണ്, പോസ്റ്റുകളൊക്കെ ഇടുന്നവരാണ്. ആ ഒരു പോസ്റ്റുകളിന്റെ അടിയിൽ കമന്റ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷനിൽ വഴിയാണ് എന്ത് കയറുന്നത്? ഈ കമന്റ് സ്പാം കയറുന്നത്. അതായത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ബോട്ടുകൾ കയറിയിട്ട് 1000 or 100 of comments അറ്റ് എ ടൈം എന്ത് ചെയ്യാണ്? എൻട്രി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുവഴി എന്താവും? നമ്മളെ വെബ്സൈറ്റിലേക്ക്
സ്പാം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെങ്ങനെ എഫക്ട് ചെയ്യും? ഹൗ ഇറ്റ് എഫക്ട്? കമന്റ് സ്പാം ഫിൽ യുവർ വെബ്സൈറ്റ് വിത്ത് ഫേക്ക് ഇറലവന്റ് കമന്റ്. അതായത് നമ്മളെ വെബ്സൈറ്റിലേക്ക് ഇറലവന്റ് ആയിട്ടുള്ള കമന്റുകൾ എൻറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവഴി എന്താവും? നമ്മളെ പെർഫോമൻസും നമ്മളെ വെബ്സൈറ്റിന്റെ പെർഫോമൻസിനെയും SEO റാങ്കിങ്ങിനെയും ഇതെന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, വാർണിംഗ് സൈൻസ്. അതായത് ഇത് എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം? ഓക്കെ, 100 ഓഫ് കമന്റ് അപ്പിയറിംഗ് ഓവർ നൈറ്റ്. അതായത് നമ്മളെ കമന്റ് സെക്ഷനിൽ 100 ഒറ്റ നൈറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യും? 100 ഓഫ് കമന്റ്സ് എന്ത് ചെയ്യും? എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ വെബ്സൈറ്റിലേക്ക് കമന്റ് സ്പാം കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, കമന്റ് ലിങ്ക് ടു അൺറിലേറ്റഡ് വെബ്സൈറ്റ്. കമന്റ്സ്, ഈ ഒരു കമന്റ്സ് എന്താവും? നമ്മളെ വെബ്സൈറ്റുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത കമന്റ്സ് ആയിരിക്കും എന്തുണ്ടാവുക? ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇമെയിൽ സ്പാം. അതായത് ഇമെയിൽ സ്പാം, നമ്മളെല്ലാവരും നമ്മളെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നവരാണ്? കോണ്ടാക്ട് ഫോം കൊടുക്കുന്നവരാണ്. അതിൽ എന്ത് ചെയ്യും? കോണ്ടാക്ട് ഫോമിന്റെ കീഴെ നമ്മൾ അഡ്രസ്സിന്റെ ഡീറ്റെയിൽസിന്റെ കീഴെ നമ്മളെ മെയിലും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുവഴി എന്ത് ചെയ്യാം? നമ്മളെ വെബ്സൈറ്റ് അട്രാക്ടേഴ്സ് യൂസ് യുവർ വേർഡ്പ്രസ് കോണ്ടാക്ട് ഫോം ഓർ PHP മെയിൽ ഫംഗ്ഷൻ ടു സെൻഡ് 1000 ഓഫ് സ്പാം ഇമെയിൽസ്. അതുവഴി നമ്മുടെ ഇമെയിൽ അവർ ഗ്യാദർ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഇമെയിലിലേക്ക് 1000 ഓഫ് മെയിൽ സ്പാമുകൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുവഴി നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്തിലേക്ക് മാറും? ഈ ഒരു വെബ്സൈറ്റ് ഏതിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഏത് മെയിലാണോ ചെയ്തിട്ടുള്ളത്, ആ ഒരു മെയിലിലേക്ക് എന്ത് വരും? സ്പാമുകൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് സ്പാമുകൾ എൻറ്റർ ചെയ്യും. ഇതെങ്ങനെ എഫക്ട് ചെയ്യും? നമ്മളെ ഇൻബോക്സിനെ, അതായത് ഇൻബോക്സ് നമ്മളെ വെബ്സൈറ്റിൻ മെയിലിന്റെ ഇൻബോക്സിലേക്ക് ഓവർലോഡ് ആവുകയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയും അതുവഴി ഹാക്കേഴ്സ് ഡാറ്റാസ് തെഫ്റ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, എങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇമെയിൽ സ്പാം കയറിയിട്ടുണ്ടെന്നുണ്ട്? ഹൈ ബൗൺസ് റേറ്റ്സ് ഓൺ ഇമെയിൽ. ഇമെയിലിന് ഹൈ ബൗൺസ് റേറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കോണ്ടാക്ട് ഫ്രോം സബ്മിഷൻ സ്പൈക്ക്. അതായത് നമുക്ക് ഈ കോണ്ടാക്ട് ഫോം ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിലേ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഹോസ്റ്റിംഗ്സ് ആൻഡ് അബ്യൂസ് വാർണിംഗ്. ഹോസ്റ്റിംഗ് എന്ത് ചെയ്യും? ഒരു വാർണിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ആ സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇമെയിൽ സ്പാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, മാൽവെയർ ആൻഡ് ഹാക്ക്ഡ് കണ്ടന്റ്. അതെന്താണ്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുവിധം എല്ലാവർക്കും ഉള്ള ഒരു സ്പാം ആണ് എന്ത്? മാൽവെയർ ആൻഡ് ഹാക്ക്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരുവിധം റീസെന്റ് ഇപ്പൊ പഠിച്ചു പോയവർക്കൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരുടെ വെബ്സൈറ്റും എന്ത് ചെയ്യാണ്? നമ്മളെ വെബ്സൈറ്റുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത വെബ്സൈറ്റിലേക്ക് എന്താണ്? റീഡയറക്റ്റ് ആയിട്ട് പോവുകയാണ്. അതാണ് എന്ത്? മാൽവെയർ ആൻഡ് ഹാക്ക്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക്, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റോ ഒരു മാലീഷ്യസ് കോഡോ നമ്മളെ വെബ്സൈറ്റിലേക്ക് ഹാക്കേഴ്സ് എന്ത് ചെയ്തിടുകയാണ്? ആ ഒരു വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിടുകയാണ്. അതുവഴിയാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്? സ്പാം എൻറ്റർ ചെയ്യുന്നത്. ഇതുവഴി നമ്മളെ വെബ്സൈറ്റ് ഡാമേജ് ആവുകയും നമ്മളെ ഡാറ്റാസ് നഷ്ടപ്പെടുകയും നമ്മളെ വെബ്സൈറ്റ് എന്ത് വേറൊരു വെബ്സൈറ്റിലേക്കൊക്കെ റീഡയറക്റ്റ് ആവും. SEO റാങ്കിങ് താഴേക്ക് പോവുകയും ചെയ്യും. ഹൗ ഇറ്റ് എഫക്റ്റ്? വെബ്സൈറ്റ് ഓട്ടോ റീഡയറക്റ്റഡ് ടു അൺനോൺ പേജസ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ റീസെന്റ് ഞാൻ പറഞ്ഞു നമ്മളെ വെബ്സൈറ്റ് എന്താണ് ഓട്ടോ റീഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. എന്തിന് എക്സാമ്പിൾ ആണ്? മാൽവെയർ ആൻഡ് ഹാക്ക്ഡ് കണ്ടന്റിന് എക്സാമ്പിൾ ആണ്. ഗൂഗിൾ ക്രോം ഷോ റെഡ് സെക്യൂരിറ്റി വാർണിംഗ്. നമ്മളൊക്കെ ഒരു റെഡ് സെക്യൂരിറ്റി വാർണിംഗ് പോലെ നമ്മളെ വെബ്സൈറ്റ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു വാർണിംഗ് തരും. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു കണ്ടന്റ്, ഈ ഒരു സ്പാം നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹോസ്റ്റിംഗ് സസ്പെൻഡ് അക്കൗണ്ട് ഡ്യൂ ടു മാൽവെയർ ഡിറ്റക്ഷൻ. അതായത് നമ്മളെ അക്കൗണ്ട് ഹോസ്റ്റിംഗ് എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്തിട്ടിടാനും ചാൻസ് ഉണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാൽവെയർ ആൻഡ് ഹാക്ക്ഡ് കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, SEO സ്പാം. എന്താണ് ഈ SEO സ്പാം? Spam link secretly added to your website pages, often hidden from normal users but visible to search engines. അതായത്
നമ്മൾ നോർമലായിട്ട് നമുക്ക് കാണുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷേ സ്പാം ലിങ്ക്സ് നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അത് സെർച്ച് എഞ്ചിനുകൾക്ക് വിസിബിൾ ആവും, നമുക്ക് എന്ത് ചെയ്യില്ല, വിസിബിൾ ആയി യാതൊരു നമുക്കൊന്നും ഒരു പ്രത്യക്ഷത്തിൽ നമുക്കൊരു വെബ്സൈറ്റിന് യാതൊരു പ്രശ്നം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഹൗ ഇറ്റ് എഫക്റ്റ് ഇറ്റ് ഹാംസ് യുവർ SEO റാങ്കിങ്, റീഡയറക്ട് ട്രാഫിക് ടു അൺവാണ്ടഡ് സൈറ്റ് ആൻഡ് ഡാമേജസ് യുവർ വെബ്സൈറ്റ് ക്രെഡിബിലിറ്റി. ഇതും എന്താണ്, ഇപ്പൊ റീസെന്റ് ഞാൻ പറഞ്ഞു റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതിന്റെ ഒരു പ്രശ്നമാണ് എന്ത്, ഈ ഒരു SEO സ്പാം എന്ന് പറയുന്നത്. നമ്മളെ SEOന്റെ റാങ്കിങ്ങിനെ എഫക്ട് ചെയ്യും. ഈ ഒരു നമ്മളുടെ സൈറ്റുകൾ റീഡയറക്ട് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റുകൾക്ക് പോവുകയും നമ്മുടെ വെബ്സൈറ്റിന്റെ ക്രെഡിബിലിറ്റി നഷ്ടമാവുകയും ചെയ്യും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഗൂഗിൾ ഡ്രോപ്പ് ഇൻ ഗൂഗിൾ റാങ്കിങ് വിത്തൗട്ട് എനി ചേഞ്ചസ് മെയ്ഡ്. നമ്മുടെ റാങ്കിങ്ങിൽ ഒരു വ്യത്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ SEO സ്പാം നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കണോ എന്ന് മനസ്സിലാക്കാം. ഗൂഗിൾ സെർച്ച് കൺസോൾ ഷോസ് അൺയൂഷ്വൽ എക്സ്റ്റേണൽ ലിങ്ക്. അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൺസോളിൽ, ഗൂഗിൾ സെർച്ച് കൺസോളിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ലിങ്കുകൾ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? നമ്മളെ വെബ്സൈറ്റിലേക്ക് SEO സ്പാം എൻ്റർ ചെയ്തിരിക്കണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കസ്റ്റമേഴ്സ് റിപ്പോർട്ട് ബീങ് റീഡയറക്റ്റഡ് ടു അതർ സൈറ്റ്. അതായത് കസ്റ്റമർ എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം, നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതർ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ. എന്താണ് ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എല്ലാവരും വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള യൂസേഴ്സിനെ എനേബിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. അതേപോലെ തന്നെയാണ് എന്തും ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ബോട്ട്സും അതായത് സ്പാമേഴ്സും ഒക്കെ ഓട്ടോമാറ്റഡ് ആയിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് എന്ത്, ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുവഴി എന്ത് സംഭവിക്കും, നമ്മളെ ഡാറ്റാബേസ് നഷ്ടമാവുകയും നമ്മളെ വെബ്സൈറ്റ് സ്ലോ ചെയ്യുകയും നമ്മളെ സെക്യൂരിറ്റിനെ അത് എഫക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? 100 of new users account appearing in suddenly. നമ്മളെ വെബ്സൈറ്റിൽ 100 of new users എന്ത് ചെയ്യും, അപ്പിയർ ആയിട്ട് ആ ഒരു ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ സ്പാം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്, ഇൻക്രീസ് സെർവർ റിസോഴ്സ് യൂസേജ്. നമ്മളെ സെർവറിലെ യൂസേജ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുകയാണ്. ഒരു വെബ്സൈറ്റ് ഇട്ടാൽ തന്നെ ലിമിറ്റ് ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് ഇടാൻ പറ്റുന്ന cPanel ആണെങ്കിൽ പോലും ഒരു വെബ്സൈറ്റ് ഇട്ടാൽ തന്നെ ആ ഒരു cPanelന്റെ സ്റ്റോറേജ്, ഒരു ഹോസ്റ്റിംഗിന്റെ സ്റ്റോറേജ് ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ പറഞ്ഞുള്ള സ്പാം നടന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ നമുക്ക് എന്താ പഠിക്കാൻ പോകുന്നത്, കമന്റ് സ്പാം. നമ്മളിപ്പോ എന്താണ് ടൈപ്പ് ഓഫ് സ്പാമുകളെ കുറിച്ച് പഠിച്ചു. ഇത് എങ്ങനെയാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവുന്നത് എന്ന് നോക്കാം. അതായത് കമന്റ് സ്പാം എങ്ങനെയാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവുന്നത്? നോ ക്യാപ്ച ഓൺ കമന്റ് ഫോം. കമന്റ് ഫോമിൽ നമ്മളൊരു ക്യാപ്ച ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഇപ്പൊ റീക്യാപ്ച പ്ലഗിനും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഗൂഗിൾ റീക്യാപ്ച ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ എനേബിൾ ആക്കി ഇട്ടിട്ട് ഈ ഒരു കമന്റ് സ്പാം നമുക്ക് തടയാനായിട്ട് സാധിക്കും. കമന്റ് പോസ്റ്റഡ് വിത്തൗട്ട് മോഡറേഷൻ ഇല്ലാതെ നമുക്ക് കമന്റ് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, കമന്റ് സ്പാം നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ ഓപ്പൺ രജിസ്ട്രേഷൻ ബോട്ട്സിന് അലോ ചെയ്ത് കൊടുത്താലും ഈ ഒരു കമന്റ് സ്പാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടും. എങ്ങനെയാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക? എനേബിൾ കമന്റ് മോഡറൈസേഷൻ. അതായത് നമ്മൾ കമന്റ് മോഡറൈസേഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ആക്സിസ്മെന്റ് ആൻഡ് ആന്റി സ്പാം പ്ലഗിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴി നമുക്ക് ഈ കമന്റ് സ്പാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, ആഡ് ക്യാപ്ച ടു കമന്റ് ഫോം. കമന്റ് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപ്ച എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമന്റ് സ്പാം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇമെയിൽ സ്പാം. ഇമെയിൽ സ്പാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇമെയിൽ സ്പാം എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ ഒരു ഇമെയിൽ സ്പാം നമ്മളെ വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് എൻ്റർ ആവുന്നത്? എക്സ്പോസ്ഡ് കോണ്ടാക്ട് ഫോം ആൻഡ് നോ വാലിഡേഷൻ. അതായത് നമ്മളെ കോണ്ടാക്ട് ഫോമിൽ നമ്മൾ
നമ്മളുടെ ഒരു വാലിഡേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ മെയിലും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ ഒരു സ്പാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇമെയിൽ ഹാർവെസ്റ്റ് ഫ്രം പബ്ലിക് പേജസിൽ നിന്നും ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഇമെയിൽ സ്പാം അതുവഴിയും നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് ഇമെയിൽ സ്പാം കയറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നോ റേറ്റ് ലിമിറ്റിംഗ് ഓൺ ഫോം സബ്മിഷനിൽ നമ്മളൊരു റേറ്റ് ലിമിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ഇമെയിൽ സ്പാം കയറാനായിട്ടുള്ള ചാൻസ് എന്ത് ചെയ്യാണ്, കൂടുതലാണ്. ഇതെങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം? യൂസ് റീക്യാപ്ച ഓൺ ഓൾ കോണ്ടാക്ട് ഫോം. നമ്മളെ കോണ്ടാക്ട് ഫോമിൽ ഒരു റീക്യാപ്ച പ്ലഗിൻസും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് കൊടുത്ത ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ഇമെയിൽ സ്പാം എന്ത് ചെയ്യാം, തടയാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ നമ്മൾ നോർമൽ ഫോം ഒന്നും യൂസ് ചെയ്യാതെ WP ഫോംസ് പോലുള്ള വാലിഡ് ആയിട്ടുള്ള ഫോമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇമെയിൽ സ്പാം പ്രിവെന്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാൽവെയർ ആൻഡ് ഹാക്ക്ഡ് കണ്ടന്റ്. എന്താണ് ഈ മാൽവെയർ ആൻഡ് ഹാക്ക്ഡ് കണ്ടന്റ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. അതെങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് നോക്കാം. അതായത് ഓട്ടോമാറ്റിക് പ്ലഗിൻസ്, തീംസ് ഓർ കോർ. അതായത് ഒരു പ്ലഗിൻസ് വഴി ഔട്ട്ഡേറ്റഡ് പ്ലഗിൻസ്, തീംസ് ഓർ കോർ. അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലഗിൻസ്, തീംസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, മാൽവെയർ ആൻഡ് ഹാക്ക്ഡ് സ്പാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതേപോലെ നമ്മളെല്ലാവരും യൂസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള എന്താണ് യൂസ് ചെയ്യാറ്, യൂസർ നെയിമും പാസ്വേഡും ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്യുക. വീക്ക് ആയിട്ടുള്ള യൂസ് ചെയ്താൽ നമ്മൾ ഒരുപക്ഷെ ഈ ബോട്ട്സിനും സ്പാമേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടും. ഓക്കെ. പിന്നെ നല്ലഡ് ആയിട്ടുള്ള തീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഈ ഒരു മാൽവെയർ ഹാക്കഡ് കണ്ടന്റ് കയറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ, പ്രിവെൻഷൻ. എങ്ങനെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാം? കീപ് ഓൾ വേർഡ്പ്രസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ്. അതായത് നമ്മുടെ വേർഡ്പ്രസിന്റെ സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ സ്ട്രോങ് പാസ്വേഡ് ഫിക്സ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള പ്ലഗിൻ ആണ് എന്ത്, വേർഡ് ഫെൻസ് പ്ലഗിൻ എന്ന് പറയും. ആ ഒരു പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അത് അത്യാവശ്യം നല്ലൊരു പ്ലഗിൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു പ്ലഗിൻ ആണ് എന്ത്, വേർഡ് ഫെൻസ് എന്ന് പറയുന്നത്. അത് എനേബിൾ ചെയ്യാം. ഇത് ഈ മൊത്തമായിട്ടുള്ള സ്പാമുകൾ തടയാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലഗിൻ ആണ് കേട്ടോ. മെയിൻ ആയിട്ടും വേർഡ് ഫെൻസ് പ്ലഗിൻ. ഈ ഒരു പ്ലഗിൻ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, SEO സ്പാം. എന്താണ് SEO സ്പാം? ഇൻജക്റ്റഡ് വിയ. ഇതെങ്ങനെയാണ് നമ്മളെ SEO സ്പാം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക? ഇൻജക്റ്റഡ് വിയ വൾണറബിൾ പ്ലഗിൻസ്. എന്താണ്, നമ്മളെ വെബ്സൈറ്റിൽ വൾണറബിൾ ആയിട്ടുള്ള പ്ലഗിൻസ് ഇൻജക്ട് ചെയ്യുന്നത് വഴി നമ്മളെ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പാം എൻ്റർ ചെയ്യാം. ഹിഡൻ ഇൻസൈഡ് തീം ടെംപ്ലേറ്റ് ഫയൽ. അതായത് നമ്മുടെ ടെംപ്ലേറ്റ് ഫയൽസ് വഴി എന്ത് ചെയ്യാം, SEO സ്പാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. പിന്നെ പെർമിഷൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലൂസ് ആയി കഴിഞ്ഞാലും നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഈ ഒരു SEO സ്പാം എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ഓഡിറ്റ് ആൻഡ് റിമൂവ് അൺയൂസ്ഡ് പ്ലഗിൻസ്. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലഗിൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഹാർഡൻ ഫയൽ പെർമിഷൻ. അതായത് ഫയൽ പെർമിഷൻ എപ്പോഴും ഹാർഡൻ ആക്കി വെക്കുക. ഫയൽ പെർമിഷൻ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ അതുവഴി ഗൂഗിൾ സെർച്ച് കൺസോൾ വഴി എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് SEO സ്പാം പ്രിവെന്റ് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ. ഇതെങ്ങനെയാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ഓപ്പൺ രജിസ്ട്രേഷൻ വിത്ത് നോ ചെക്ക്. അതായത് നമ്മളൊരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഓപ്പൺ രജിസ്ട്രേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ സ്പാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. നെക്സ്റ്റ്, നോ ഇമെയിൽ വെരിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. നമ്മളൊരു രജിസ്ട്രേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ വരുന്നില്ല, ഒരു ആക്ടിവേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് സ്പാം എൻ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ, ഡിഫോൾട്ട് റോൾ പെർമിഷൻ ടു ഹൈ. അതായത് നമ്മളെ പെർമിഷൻ കുറച്ച് ഹൈ, ഡിഫോൾട്ട് റോൾ പെർമിഷന് എപ്പോഴും ടു ഹൈയിലാക്കിയിട്ട് വെക്കുക. അതായത് നമ്മളിപ്പോൾ എന്താവും, ഫുൾ ആക്സസും കാര്യങ്ങളുള്ള ഒരു റോളിലാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കാം? അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇമെയിൽ കൺഫർമേഷൻ വെക്കുക. പിന്നെ അതേപോലെ സെറ്റ് എ ഡിഫോൾട്ട് റോൾ
ടു സബ്സ്ക്രൈബേഴ്സ് ഓൺലി. അതായത് നമ്മൾ എപ്പോഴും അഡ്മിൻ എന്നുള്ള ഒരു മോഡാണ് എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതെന്ത് ചെയ്യാം, നമുക്ക് ഡിഫോൾട്ട് റോൾ എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ ഓൺലി എന്നുള്ള ഒരു ഫീച്ചറിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഫീച്ചർ സെറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, യൂസ് സ്റ്റോപ്പ് സ്പാമേഴ്സ് ആൻഡ് റീക്യാപ്ച. അതായത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് റീക്യാപ്ച എന്ന് പറഞ്ഞ പ്ലഗിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു റീക്യാപ്ച പ്ലഗിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫേക്ക് യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പാം നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിപ്പോ സ്പാമുകളെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെ സ്പാമുകൾ ഉണ്ട്, അത് എങ്ങനെയാണ് നമ്മളെ വെബ്സൈറ്റിനെ എഫക്ട് ചെയ്യുന്നത്, പിന്നെ അത് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രിവെൻഷൻ കൊണ്ട് മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാക്കപ്പ് എടുത്ത് വെക്കുക, നമ്മളൊരു ഫയലാക്കി സൂക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമ്മുടെ വെബ്സൈറ്റ് എപ്പോഴും എന്തായിരിക്കും, സെക്യൂർ ആയിരിക്കും. ഇതൊക്കെ ഈ ഒരു പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും ഒരു പക്ഷേ നമ്മളെ വെബ്സൈറ്റ് എന്താണ്, അടിച്ചു പോകാം, മേ ബി നമ്മളെ വെബ്സൈറ്റ് പോവാം. അപ്പോ നമ്മളെ കയ്യിൽ എന്തുണ്ട്, ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റ് പിന്നെയും വർക്കിങ്ങിലാക്കാനായിട്ട് യാതൊരു പ്രശ്നവും നമുക്കില്ല. ഓക്കെ, അപ്പൊ എന്താണ് ബാക്കപ്പ് എന്ന് പറയുന്നത്? ഓൾവേസ് ടേക്ക് എ ബാക്കപ്പ് ബിഫോർ അറ്റംപ്റ്റ് ക്ലീൻ ആൻഡ് എനി സ്പാം മേക്ക് ചേഞ്ചസ് ടു യുവർ സൈറ്റ്. ബാക്കപ്പ് ഈസ് എ ഇൻഷുറൻസ് പോളിസി, ലെറ്റ്സ് യു ഉണ്ടോ മിസ്റ്റേക്ക് ഇൻസ്റ്റന്റ്ലി. അതായത് എന്താണ് ബാക്കപ്പ് എന്ന് പറഞ്ഞാല് ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. എന്തിൽ നിന്ന്? നമ്മളെ വെബ്സൈറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാല് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് എന്ത്, ബാക്കപ്പ് എന്ന് പറഞ്ഞാല്. റിസ്ക് ഈസ് ഓഫ് നോട്ട് ബാക്കിംഗ് അപ്പ്. എന്തൊക്കെ റിസ്ക് ഉണ്ട് നമ്മൾ ബാക്കപ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ? പെർമനന്റ് ലോസ് ഓഫ് ഓൾ വെബ്സൈറ്റ് കണ്ടന്റ്, നമ്മളെ വെബ്സൈറ്റിലുള്ള മൊത്തത്തിലുള്ള കണ്ടന്റ് ലോസ് ആവും. നോ വേ റിക്കവർ ഫ്രം മാൽവെയർ അറ്റാക്ക്, നമ്മളെ മാൽവെയർ അറ്റാക്കിൽ നിന്ന് ഒരിക്കലും നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡേയ്സ് ഓർ വീക്ക് റീബിൽഡിംഗ് ഫ്രം സ്ക്രാച്ച്, നമ്മളെ സ്ക്രാച്ചിൽ നിന്ന് ആദ്യം മുതൽ എന്ത് ചെയ്യണം, നമ്മളെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ എത്രത്തോളം പണിയെടുത്തിട്ടാണോ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തത്, ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഫസ്റ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം. ലോസ് ഓഫ് കസ്റ്റമർ ഡാറ്റ ആൻഡ് ഡാറ്റാബേസ്, നമ്മളെ മൊത്തത്തിലുള്ള കസ്റ്റമർ ഡാറ്റയും ഡാറ്റാബേസ് ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് ലോസ് ആവും. ബിസിനസ് ഡൗൺ ടൈമും കൂടും. അതേപോലെ ലോസ് ഓഫ് റവന്യൂ, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വെബ്സൈറ്റ് ചെയ്യേണ്ട ടൈമിലാണ് ആദ്യത്തെ വെബ്സൈറ്റുമ്പോൾ തന്നെ പിന്നിരിക്കുന്നത്. അതുവഴി നമ്മളുടെ ആ ഏൺ ചെയ്യാനുള്ള ടൈമാണ് എന്ത് ചെയ്യണത്, പോണത്. അതുവഴി നമുക്ക് റവന്യൂ ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നോ പ്രൂഫ് ഓഫ് ഒറിജിനൽ ക്ലീൻ കണ്ടന്റ്, നമ്മളുടെ ആദ്യത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ യാതൊരു പ്രൂഫും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല. സ്പാം ക്ലീനപ്പ് ക്യാൻ ആക്സിഡന്റലി ഡിലീറ്റ് ഫയൽ, നമ്മളെ മൊത്തത്തിലുള്ള ഫയൽസ് എന്ത് ചെയ്യും, സ്പാം ഡിലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ബെനിഫിറ്റ് ഓഫ് ഹാവിംഗ് ബാക്കപ്പ്. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ബാക്കപ്പ് എടുത്തുകൊണ്ടുള്ള ദോഷങ്ങൾ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബാക്കപ്പ് എടുത്തുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, ഇൻസ്റ്റന്റ് സ്റ്റോറേജ്. നമ്മൾ ഒരു പക്ഷേ നമ്മളെ സ്പാം കയറിയിട്ട് നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യും, അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് ഒന്നും കൂടി റീബിൽഡ് ചെയ്യാൻ നമുക്ക് യാതൊരു പണിയില്ല. നമ്മളെ കയ്യിൽ എന്തുണ്ട്, ബാക്കപ്പ് ഉണ്ട്. സെക്യൂരിറ്റി സേഫ്റ്റി നെറ്റ്, അതായത് റിക്കവർ ഫ്രം ഹാക്ക് വിത്തൗട്ട് പാനിക് ആൻഡ് ഡാറ്റാലോസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബാക്കപ്പ് എടുക്കാനായിട്ട് പറ്റും. ടെസ്റ്റ് ബിഫോർ ചേഞ്ചസ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്ലഗിൻസ് എക്സ്പെരിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ബാക്കപ്പ് ഉണ്ട്. ആ ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം എക്സ്പെരിമെന്റ് ചെയ്യുക. ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം നമ്മളെ വെബ്സൈറ്റ് നഷ്ടമായാലും നമ്മളടുത്ത് എന്തുണ്ട്, ബാക്കപ്പ് എടുത്തിട്ട് അത് വീണ്ടും ശരിയാക്കാനായിട്ട് സാധിക്കാം. ഈസി മൈഗ്രേഷൻ, അതായത് നമുക്ക് ഒരു പുതിയൊരു ഹോസ്റ്റിംഗ് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പീസ് ഓഫ് മൈൻഡ്, അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ബാക്കപ്പ് ഉണ്ട്. അതുവഴി നമ്മൾക്ക് എപ്പോഴും നമ്മളെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവും, ബാക്കപ്പ് ഉണ്ട്, ഈ ഒരു വെബ്സൈറ്റിലേക്ക് എന്ത് സ്പാം കയറിയാലും പെട്ടെന്ന് തന്നെ നമുക്ക് അത് റിക്കവർ ചെയ്ത് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇതാണ് ബാക്കപ്പ് എടുത്തുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ്,
നമ്മൾ ബാക്കപ്പ് എടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ബാക്കപ്പ് എടുക്കുന്നത് എന്താണ്? സ്പാം ഇല്ലാതെ ബാക്കപ്പ് എടുക്കണം. നമുക്ക് ബാക്കപ്പ് എടുക്കാനായിട്ട് കുറെ അധികം പ്ലഗിൻസ് ഉണ്ട്, അപ്ഡ്രാഫ്റ്റ് പ്ലസ് കാര്യങ്ങളൊക്കെ ഉള്ള പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുവഴി ബാക്കപ്പ് എടുക്കുമ്പോഴുള്ള ദോഷം എന്താ വെച്ചെങ്കിൽ ഈ ഒരു സ്പാം കണ്ടന്റ് എന്തെങ്കിലും അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പാം കൂടി എന്ത് ചെയ്യും, ആ ഒരു ബാക്കപ്പിന്റെ ഒപ്പം കയറും. നമ്മളിപ്പോ ബാക്കപ്പ് എടുത്ത ഫയലും അടിച്ചു പോകാനായിട്ടുള്ള വെബ്സൈറ്റ് അടിച്ചു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യുക, ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് സ്പാം ഇല്ലാതെ എങ്ങനെ ബാക്കപ്പ് എടുക്കാം എന്നാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് തിയറിയാണ്. ഫുൾ സ്റ്റെപ്പുകളും ഇതിലുണ്ട്. ഞാൻ എങ്ങനെയാണോ ബാക്കപ്പ് എടുക്കുന്നത് അതിന്റെ എല്ലാ ഫസ്റ്റ് മുതലുള്ള സ്റ്റെപ്പുകളും ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ഞാനിത് പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ചു നോക്കുക. ഈ ഒരു സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഫയൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു തിയറി ആയിട്ടുള്ള വേർഷൻ ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ വേർഷനാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഫയലാണ് നമ്മൾ ബാക്കപ്പ് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് വൺ അപ്ലോഡ് ഫയലും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റാബേസിന്റെ ഫയലും. അതിൽ ഫസ്റ്റ് വൺ ആണ് അപ്ലോഡ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ബാക്കപ്പിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ ഫയൽ മാനേജർ എന്ന സെക്ഷനിൽ കയറുക. അതിൽ നമ്മളുടെ ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യാം. ഡൊമൈൻ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം WP കണ്ടന്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാവും, അപ്ലോഡ് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ടാവും. അത് എന്ത് ചെയ്യാം, അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്, അത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, കംപ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ സിപ്പ് ഫയലായിട്ട് കിടക്കുന്നുണ്ടാവും. അത് ഇനി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലാപ്പിലേക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ട് കയറും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ അപ്ലോഡ് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ അഗൈൻ ആ സ്റ്റെപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഫയൽ മാനേജറിൽ കയറുക, നമ്മളുടെ ഡൊമൈൻ സെലക്ട് ചെയ്യുക, WP കണ്ടന്റ്സിൽ കയറുക, അപ്ലോഡ് ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കംപ്രസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഇപ്പൊ നമ്മളുടെ അപ്ലോഡ് ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ട പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡാറ്റാബേസിന്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡാറ്റാബേസിന്റെ നെയിം കണ്ടെത്തണം. അതിന് എഗെയിൻ ഫയൽ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ കയറുക, നമ്മളെ ഡൊമൈൻ സെലക്ട് ചെയ്യുക, configure.php എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്, അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ DB നെയിം ടെസ്ലി ഡിജിറ്റൽ 363 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മളുടെ DB നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചതിന് ശേഷം അഗൈൻ ബാക്കിലേക്ക് വന്നിട്ട് PHP my admin എന്ന് പറയുന്ന സെക്ഷനിൽ കയറുക. ആ സെക്ഷനിൽ കയറിയതിന് ശേഷം നമ്മളുടെ DB നെയിം എന്താണ്, 363 എന്നാണ്. ആ ഒരു 363 ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഫയൽ നെയിം SQL ആണ്, ക്വിക്ക് ഫോർമാറ്റ് എക്സ്പോർട്ട് മെത്തേഡ് ആണ്. എന്നിട്ട് എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളുടെ ആ ഒരു ഫയൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ ഡാറ്റാബേസും അപ്ലോഡിന്റെ ഫയലും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം അപ്ലോഡിന്റെ ഫയല്, ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഡാറ്റാബേസിന്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡാറ്റാബേസിന്റെ ഫയൽ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം DB നെയിം കണ്ടെത്തുക, PHP my admin-ലേക്ക് വരിക, നമ്മൾ ആ ഒരു ഡാറ്റാബേസിന്റെ നെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മുകളിലത്തെ ടോപ്പ് ബാറിൽ എക്സ്പോർട്ട് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ അത് ക്ലിക്ക് ചെയ്യുക, എഗെയിൻ എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി ഇപ്പൊ നമ്മളെ ബാക്കപ്പ് എടുക്കൽ കഴിഞ്ഞു, ഫിനിഷ് ആയി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്,
നമ്മളിപ്പോൾ ഓൾറെഡി എൻ്റെ ഈ teslina.com എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റ് എന്തായി പോയിരിക്കുകയാണ്, സ്പാം അടിച്ച് പോയിരിക്കുകയാണ് വിചാരിക്കുക. അപ്പൊ ഞാൻ ഈ ബാക്കപ്പ് എടുക്കലൊക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് സ്പാം അടിച്ച് പോയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എന്താണ് ആ ഒരു ഡൊമൈനും വേർഡ് പ്രസ്സും നമുക്കിനി വേണ്ട. എഗെയിൻ ഞാൻ എൻ്റെ സി പാനലിലേക്ക് പുതിയൊരു ഡൊമൈൻ നെയിം ആഡ് ചെയ്ത് കൊടുത്തു. വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യും. ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഡൊമൈൻ നെയിം ആഡ് ചെയ്ത് കൊടുത്തു, വേർഡ് പ്രസ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം മാത്രമേ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ നമ്മൾ പുതിയൊരു ഡൊമൈൻ ആഡ് ചെയ്ത് കൊടുത്തു, വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ആ സി പാനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഫസ്റ്റത്തെ അപ്ലോഡ് ചെയ്യേണ്ട ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫയൽ മാനേജർ എന്ന് പറഞ്ഞ അപ്ലോഡ് ഫയൽ ഉണ്ട്, SQL ഫയൽ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ഫയലാണ്. അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഫയൽ മാനേജർ എന്ന സെക്ഷനിലേക്ക് വരിക. നമ്മളെ ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യാം. WP കണ്ടൻസ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ഇവിടെ അപ്ലോഡ് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് അപ്ലോഡ് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഫയൽ കൊടുക്കുക. നമ്മളുടെ അപ്ലോഡ് ഫയൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഫിനിഷ് ആവും. 100% ആക്കി കഴിഞ്ഞാൽ ഗോ ബാക്ക് കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരു സിപ്പ് ഫയൽ ആയിട്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ അപ്ലോഡ് ഫയല് ഈ ഒരു സെക്ഷനിൽ വന്ന് നടക്കുന്നുണ്ടാവും. കണ്ടോ, ഈ ഒരു സെക്ഷനിൽ വന്ന് നടക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ഫയൽ അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ലോഡ് ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മളെ SQL ഫയൽ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച SQL ഫയൽ ഓർ നമ്മളുടെ ഡാറ്റാബേസ് ഫയൽ, അത് അപ്ലോഡ് ചെയ്യേണ്ട പ്രോസസ്സാണ്. അതിനു മുന്നേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സമയത്ത് നമ്മൾ DB നെയിം കണ്ടെത്തിയില്ലേ, ആ ഒരു എഗെയിൻ സ്റ്റെപ്പ് ഒന്നും കൂടി ചെയ്യുക. ഫയൽ മാനേജറിൽ പോവുക, teslina.com പറഞ്ഞുള്ള അത് എടുക്കാം. WP configure.php എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ എടുക്കുക, വ്യൂ ചെയ്യാം. ഇപ്പോൾ ഇതിന്റെ ഡാറ്റാബേസ് നെയിം എന്ന് പറയുന്നത് ടെസ്ലി ഡിജിറ്റൽ WP363 എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് നമ്മുടെ DB നെയിം എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് PHP മൈ അഡ്മിനിലേക്ക് പോവുക. നമ്മുടെ ഫയൽ നെയിം എന്തായിരുന്നു, 363 എന്നാണ്. ആ 363 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷന് ക്ലിക്ക് ചെയ്യാം. 363 എന്ന് പറഞ്ഞാണ് നമ്മളുടെ ആ ഒരു DB നെയിം എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യാം. ഇവിടെ ചെക്ക് ഓൾ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഡ്രോപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് S കൊടുക്കുക, ഒരു സെക്ഷൻ. എന്നിട്ട് ഈ ഒരു ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വരിക. നമ്മുടെ ഫയല് SQL ഫയല് വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇതേപോലെ തന്നെ, എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് സക്സസ്ഫുൾ ഫിനിഷ് എന്ന് കാണിക്കും. ഈ ഒരു സെറ്റിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതുകൂടി ചേഞ്ച് ആക്കിയാൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് എന്താവുള്ളൂ, ലോഡായിട്ട് കിട്ടുള്ളൂ. അതിന് എന്ത് ചെയ്യാം, നമ്മളുടെ ഫയൽ മാനേജറിൽ വരിക. ഫയൽ മാനേജറിൽ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് WP24 എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഈ ഫയൽ മാനേജറിൽ എഗെയിൻ വരിക, നമ്മളുടെ ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യാം, WP configure.php എന്ന് പറയുന്ന ഫയൽ എഡിറ്റ് ചെയ്യാം. എഗെയിൻ എഡിറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ ടേബിൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് കാണും, ടേബിൾ പ്രിഫിക്സ്. ഇവിടെ നമ്മളുടെ ടേബിൾ പ്രിഫിക്സ് വരുന്നത് WP24 എന്നാണ്. ഓക്കെ,
WP24 അത് കോപ്പി ചെയ്യാം. ഈ ഒരു എഡിറ്റിൽ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ആ ഒരു നെയിം ആക്കി കൊടുക്കുക. വാട്സപ്പിൽ എവിടെയെങ്കിലും കോപ്പി ചെയ്തിട്ട് എറേഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. കോപ്പി ചെയ്യാം, സേവ് ചേഞ്ചസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ ഒരു ടാബ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളുടെ വേർഡ്പ്രസ് മാനേജറിൽ അഗൈൻ വരിക. ഈ ഒരു ഡൊമൈൻ നെയിം ഓപ്പൺ ചെയ്യാം, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് കടന്നു. ഇതിൽ ഇപ്പം നമ്മളുടെ ഡാഷ്ബോർഡിൽ സൈറ്റ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പക്ഷേ എന്താണ് ഓക്കെ ആവാത്തതെന്നുണ്ടെങ്കിൽ പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഇത് കണ്ടോ, ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്ന ഒരു വാണിങ്, ക്ലാസിക് എഡിറ്റർ, എലമെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്ലഗിനാണ് എൻ്റെ മുന്നത്തെ ഫയലിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടെ ആക്ടിവേറ്റഡ് ആവില്ല. അപ്പോൾ നമ്മളുടെ മുന്നത്തെ ഒരു വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ ഏതൊക്കെ പ്ലഗിൻസ് ആണോ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇവിടെ വന്നിട്ട് ഒന്നും കൂടി റീആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യേണ്ട, ഇൻസ്റ്റാൾ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ ക്ലാസിക് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഗിന് ആഡ് ചെയ്യാണ്. നെക്സ്റ്റ് പ്ലഗിൻ എന്ന് പറയുന്നത് എലമെന്റർ ആണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യും. നമ്മളെ ഓൾഡ് സൈറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ന്യൂ സൈറ്റിലും കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പാമിൻ്റെ ക്ലാസ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാ സ്റ്റെപ്പും നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ സ്പാം ആൻഡ് സ്പാം ഇല്ലാതെ നമ്മുടെ ബാക്കപ്പ് ക്ലാസ്, ബാക്കപ്പിൻ്റെ സെക്ഷൻ എങ്ങനെയാണ് കവർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.